ഹായ് കൂട്ടുകാരെ, നമ്മുടെ ചാനലായ LKG കിഡ്സ് നോളജ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുട്ടികളെ, നമുക്ക് എഴുതാൻ പഠിച്ചാലോ? അക്ഷരങ്ങളുടെ ലോകത്തേക്ക് കടക്കും മുൻപ് നമുക്ക് 4 മാന്ത്രിക വരകളെ പരിചയപ്പെടാം. സ്റ്റാൻഡിംഗ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ, സ്ലാൻഡിംഗ് ലൈൻ, കർവ്ഡ് ലൈൻ. ഈ ലൈൻസ് പഠിച്ചാൽ വലിയ അക്ഷരങ്ങൾ പോലും നമുക്ക് എളുപ്പത്തിൽ വരക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഫസ്റ്റ് ലൈൻ ആണ് സ്റ്റാൻഡിംഗ് ലൈൻ. മുകളിൽ നിന്ന് താഴേക്ക് വരക്കുന്ന നേർരേഖയാണ് സ്റ്റാൻഡിംഗ് ലൈൻ. എന്താണ്? മുകളിൽ നിന്ന് താഴേക്ക് വരക്കുന്ന നേർരേഖയാണ് സ്റ്റാൻഡിംഗ് ലൈൻ. സെക്കൻഡ് ലൈൻ ആണ് സ്ലീപ്പിംഗ് ലൈൻ. ഇടത് നിന്ന് വലത്തേക്ക് തിരശ്ചീന വരയാണ് സ്ലീപ്പിംഗ് ലൈൻ. ഒന്നുകൂടി പറയാം. ഇടത് നിന്ന് വലത്തേക്ക് തിരശ്ചീന വരയാണ് സ്ലീപ്പിംഗ് ലൈൻ. ഫസ്റ്റ് ലൈൻ സ്റ്റാൻഡിംഗ് ലൈൻ. മുകളിൽ നിന്ന് താഴേക്ക് വരക്കുന്ന നേർ വരയാണ് സ്റ്റാൻഡിംഗ് ലൈൻ. സെക്കൻഡ് ലൈൻ സ്ലീപ്പിംഗ് ലൈൻ. ഇടത് നിന്ന് വലത്തേക്ക് വരക്കുന്ന തിരശ്ചീന വരയാണ് സ്ലീപ്പിംഗ് ലൈൻ. മൂന്നാമത്തെ ലൈനാണ് സ്ലാൻഡിംഗ് ലൈൻ. ഒരു ചെരിഞ്ഞ വരയാണ് സ്ലാൻഡിംഗ് ലൈൻ. എന്താണ്? ഒരു ചെരിഞ്ഞ വരയാണ് സ്ലാൻഡിംഗ് ലൈൻ. കുട്ടികളെ, ഇപ്പോൾ നമ്മൾ 3 ലൈൻസ് ആണ് പഠിച്ചത്. ഒന്നാമത്തേത് സ്റ്റാൻഡിംഗ് ലൈൻ. മുകളിൽ നിന്ന് താഴേക്ക് വരക്കുന്ന വരയാണ് സ്റ്റാൻഡിംഗ് ലൈൻ. രണ്ടാമത്തേത് സ്ലീപ്പിംഗ് ലൈൻ. ഇടത് നിന്ന് വലത്തേക്ക് വരക്കുന്ന ഒരു തിരശ്ചീന വരയാണ് സ്ലീപ്പിംഗ് ലൈൻ. മൂന്നാമത്തേത് സ്ലാൻഡിംഗ് ലൈൻ. ഒരു ചെരിഞ്ഞ വരയാണ് സ്ലാൻഡിംഗ് ലൈൻ. അഥവാ അർദ്ധവൃത്തരൂപത്തിലുള്ള വരയാണ് കർവ്ഡ് ലൈൻ. വളഞ്ഞ വര അഥവാ അർദ്ധവൃത്തരൂപത്തിലുള്ള വരകളാണ് കർവ്ഡ് ലൈൻ. അപ്പൊ കുട്ടികളെ, നമ്മൾ 4 ലൈൻസ് ആണ് പഠിച്ചത് അല്ലേ? ഫസ്റ്റ് ലൈൻ സ്റ്റാൻഡിംഗ് ലൈൻ, മുകളിൽ നിന്ന് താഴേക്ക് വരക്കുന്ന വര. സെക്കൻഡ് ലൈൻ സ്ലീപ്പിംഗ് ലൈൻ. ഇടത് നിന്ന് വലത്തേക്ക് വരക്കുന്ന ഒരു തിരശ്ചീന വര. മനസ്സിലാവുന്നുണ്ടോ? മൂന്നാമത്തെ ലൈൻ സ്ലാൻഡിംഗ് ലൈൻ. ചെരിഞ്ഞ വരയാണ് സ്ലാൻഡിംഗ് ലൈൻ. നാലാമത്തെ കർവ്ഡ് ലൈൻ. അർദ്ധവൃത്ത രൂപത്തിലുള്ള വരയാണ് കർവ്ഡ് ലൈൻ. അപ്പോൾ കുട്ടികളെ, ഇന്നത്തെ നമ്മുടെ ക്ലാസ് 4 ലൈൻസിനെ കുറിച്ചായിരുന്നു അല്ലേ? നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഈ ലൈൻസിനെ അറിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ലെറ്റേഴ്സും എഴുതാനും വരയ്ക്കാനും കഴിയും. നമ്മുടെ ചാനലായ LKG കിഡ്സ് നോളജ് ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.